ഈ വർഷത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ കേരളത്തിന് അഭിമാന നേട്ടം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന് രാജ്യത്തിന്റെ ആദരം. VSനും സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും പത്മവിഭൂഷൺ നൽകി ആദരിച്ചപ്പോൾ മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായി. ഇത്തവണ പ്രഖ്യാപിച്ച 5 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ 3 എണ്ണവും മലയാളികൾ കാണുന്നത് കേരളത്തിന് ഇരട്ടി മധുരമായി. 77ാം റിപ്പബ്ലിക് ദിനത്തിന്റെ നിറവിൽ രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനത് അഭിമാന നിമിഷം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് രാജ്യത്തിന്റെ ഉന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകിയത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയതിനുള്ള ആദരവ്. കേരള രാഷ്ട്രീയത്തിൽ സമര പോരാട്ടങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ജനകീയ നേതാവിനുള്ള ആദരം മലയാളികൾക്കാകെ അഭിമാനകരമാണ്. VSനെ രാജ്യം ആദരിച്ചതിൽ സന്തോഷമെന്ന് മകൻ അരുൺകുമാർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ അംഗീകാരം റെക്കഗ്നീഷനെ വളരെ ആദരവോടും സ്നേഹത്തോടുമാണ് സന്തോഷത്തോടുമാണ് കുടുംബം കാണുന്നത്. അച്ഛൻ്റെ ജീവിതം പ്രവർത്തനം അറിയാമല്ലോ, അപ്പോൾ അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് നമുക്കെപ്പോഴും ഒരു പ്രധാനമായുള്ള കാര്യം. ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ തീർച്ചയായും നമുക്ക് ഏവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. അതിലൊരു സന്തോഷമുണ്ട്. കലാരംഗത്തെ പകരം വെക്കാനില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് മലയാളത്തിന്റെ അഭിനയ വിസ്മയം മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത്. 1998 പത്മശ്രീ ലഭിച്ചതിനു ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മമ്മൂട്ടിയെ തേടി പത്മഭൂഷൺ എത്തുന്നത്. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. രാജ്യത്ത് 5 പേർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 കേരളത്തിൽ നിന്നാണെന്നത് മലയാളികൾക്ക് അഭിമാനമായ നിമിഷമാണ്. ജസ്റ്റിസ് KT തോമസിനും എഴുത്തുകാരനായ P നാരായണനുമാണ് പത്മവിഭൂഷൺ ലഭിച്ച മറ്റ് 2 മലയാളികൾ. നിയമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷൺ നൽകിയത്. ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരും സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖനുമാണ് P നാരായണൻ. ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഡൽഹിയിലെ ഈ പുരസ്കാര സമർപ്പണം നടത്തുന്ന പുരസ്കാരം നിർണ്ണയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് ഇങ്ങനെയൊരു പുരസ്കാരം നിങ്ങൾക്ക് തരാനായിട്ട് തീരുമാനമായിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ് അതിൻ്റെ വ്യാപ്തി എന്നൊന്നും ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പൊതുപ്രവർത്തന രംഗത്തെ മികവിന് പത്മഭൂഷൺ ലഭിച്ചു. നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമല മേനോനും പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ നിശബ്ദ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ സ്വദേശിനി കൊല്ലക്കയിൽ ദേവകിയമ്മയും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിവയുൾപ്പെടെ 2026 131 പത്മ പുരസ്കാരങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രശസ്ത നടൻ ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ നൽകുന്നത്. പത്മഭൂഷൺ പട്ടികയിൽ പ്രശസ്ത ഗായിക അൽക്ക യാഗ്നിക്, വ്യവസായി ഉദയ് കൊട്ടക്, പരസ്യരംഗത്തെ അതികായൻ പീയൂഷ് പാണ്ഡെ, ടെന്നീസ് ഇതിഹാസം വിജയ് അമൃതരാജ് എന്നിവരും ഉൾപ്പെടുന്നു. ക്രിക്കറ്റ് താരങ്ങളായ ഹർമൻപ്രീത് കൗറിനും രോഹിത് ശർമ്മയ്ക്കും ബോളിവുഡ് നടൻ സതീഷ, ഹോക്കി താരം സവിത പുനിയ എന്നിവർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചും രാജ്യം ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.